നമസ്കാരം. പപ്പുമോൻ തുറന്ന സ്നേഹത്തിന്റെ കടയിൽ കർണാടകയിൽ എല്ലാത്തിനും കുത്തനെ വില വർധന ഉണ്ടാകുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കർണാടക മിൽക്ക് ഫെഡറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന നന്ദിനി പാലിന്റെ വില ലിറ്ററിന് 4 രൂപ കൂട്ടി എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. തൽക്കാലം നഷ്ടം സഹിക്കാനാണ് മിൽമയുടെ തീരുമാനം. നന്ദിനി തൈരിനും വില കൂട്ടി. കിലോയ്ക്ക് 4 രൂപയാണ് വില വർധന. കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ വീണ്ടും വില കൂട്ടിയാൽ സംസ്ഥാനത്തെ പാൽ വില വർധനവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനൊക്കെ പുറമെ ഇപ്പോഴിതാ കർണാടകയിൽ ഇനി ഡീസലിനും വില വർദ്ധിക്കുമെന്നാണ് വിവരം. സർക്കാർ വിൽപ്പന നികുതി ഉയർത്തിയതോടെയാണ് ഡീസൽ വിലയിൽ വർധന ഉണ്ടായിട്ടുള്ളത്. കർണാടക സർക്കാർ ഡീസലിന്റെ വിൽപ്പന നികുതി 3% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഡീസൽ ലിറ്ററിന് 2 രൂപ നിരക്കിലാണ് വില വർധനവ് ഉണ്ടാവുക. നേരത്തെ പാലിനും വൈദ്യുതിക്കും ഇതേ രീതിയിൽ വില വർധനവ് ഉണ്ടായിരുന്നു. ഡീസലിന്റെ വിൽപ്പന നികുതി 18.4% നിന്ന് 21.17% ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇന്നലെയാണ് സിദ്ധരാമയ്യ സർക്കാർ പുറത്തുവിട്ടത്. 2025 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതോടെ കർണാടകയിൽ ഡീസൽ വില ലിറ്ററിന് 91.2 രൂപയായി ഉയരും. കഴിഞ്ഞ വർഷം ജൂണിലും കർണാടകയിൽ പെട്രോൾ, ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചിരുന്നു. 2024 ജൂണിൽ സർക്കാർ പെട്രോളിന്റെ വിൽപ്പന നികുതി 25.92% നിന്ന് 29.84%, ഡീസലിന്റേത് 14.3% നിന്ന് 18.4% ഉയർത്തിയതാണ് വലിയ വില വർധനവിലേക്ക് നയിച്ചത്. ഇതിന്റെ ഫലമായി കഴിഞ്ഞ വർഷം മാത്രം കർണാടകയിൽ പെട്രോളിന് ലിറ്ററിന് 3 രൂപയും ഡീസലിന് 3.2 രൂപയും വില വർദ്ധിച്ചിരുന്നു. തുടർച്ചയായ വില വർധനവിന്റെ പേരിൽ കർണാടക സർക്കാർ കടുത്ത വിമർശനങ്ങളാണ് ജനങ്ങൾക്കിടയിൽ നിന്നും നേരിടുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാത്രം ബസ് ചാർജിൽ 15% വർധനവ്, മെട്രോ ചാർജിൽ 71% വരെ വർധനവ്, പാൽ വിലയിൽ ലിറ്ററിന് 4 രൂപ വർധനവ്, വൈദ്യുതി നിരക്കിൽ വർധനവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സർക്കാർ വില വർധനവ് വരുത്തിയിരുന്നു. കൂടാതെ സ്ഥിര വൈദ്യുതി ചാർജുകൾ 2025-26 25 രൂപയും 2026-27 30 രൂപയും 2027-28 40 രൂപയും വർദ്ധിക്കുമെന്നും കർണാടക സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ TV.